VD സതീശന്റെ തലക്കെടുത്ത് കൊണ്ടുവന്നാൽ ഒരു 3 രൂപ ഇനാം തരാമെന്ന് ഏതെങ്കിലും ഒരു RSS നേതാവ് പ്രസംഗിക്കുന്നതായി ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടു? അതെന്തേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലയ്ക്ക് RSSന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി? ആ ഗോപാൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു. കേരളത്തിലെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചപ്പോ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് RSSന്റെ ഏതെങ്കിലും ദേശീയ നേതാവിനെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് VD സതീശനെയാണ്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളത്തും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളത്താണ്. ഇരു വർഗീയതകൾ ഇടതുപക്ഷത്തിനെതിരായി ഒപ്പം കൂട്ടിയാണ് കോൺഗ്രസ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. തുടർഭരണം, വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശാസ്ത്രീയമായി പരീക്ഷിച്ച് വിജയിച്ച ഗതാഗത നിയന്ത്രണ സംവിധാനമാണ് AI ക്യാമറകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാതെ മരണം അടയേണ്ടിയിരുന്ന എത്രയോ ആളുകളുടെ ജീവൻ രക്ഷപ്പെട്ടു, എത്രയോ ജീവനുണ്ട്. വിലമതിക്കാനാണ്. ആ പരിഷ്കാരത്തിനെതിരെ സമരം ചെയ്യുന്നവരാണോ? സമരത്തിന് ആളെ കിട്ടാതെ ദയനീയമായി പരിഹാസ്യരായി മാറിയപ്പോ നേരെ കോടതിയിലേക്ക് പോകും. പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഇപ്പൊ അങ്ങനെയാണ്. സമരം പ്രഖ്യാപിക്കും. ഒരു പട്ടികയും സമരത്തിന് കിട്ടില്ല. ഞാൻ കോൺഗ്രസ് ആക്ഷേപിച്ച് പറഞ്ഞാൽ ശരിയായ പട്ടിക പറഞ്ഞാൽ ഒരു പട്ടികയും സമരത്തിന് കിട്ടുന്നില്ല. പിന്നല്ലേ മനുഷ്യരെ കിട്ടുന്നത്? അപ്പൊ നേരെ കോടതിയിൽ പോകും. കോടതിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ചില ന്യായാധിപരിൽ നിന്നും അനുകൂലമായ നിലപാട് വന്നേക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇക്കൂട്ടർ കോടതിയിൽ പോകുന്നതെന്ന് സംസാരമുണ്ട്, നമുക്കറിയില്ല. പക്ഷേ കോടതി ഭൂതകണ്ണാടി വെച്ച് നോക്കിയിട്ട് പോലും ഇവർ കൊണ്ടുപോരുന്ന കേസുകളിൽ ഒരു ന്യായം കാണാൻ പറ്റുന്നില്ല. അവസാനം AI ക്യാമറ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനോട് കേരള ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിക്കറിഞ്ഞൂട. ഓർക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമില്ല. കാരണം ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ വളരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് പറഞ്ഞെന്ന് വരുത്തി മറവിൽ തള്ളുകയാണ്. എന്തായിരുന്നു ആ ചോദ്യം? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്, പൊതു താല്പര്യ ഹർജിയാണ് കൊടുത്തത്. പൊതു താല്പര്യം. കോടതി അത് വായിച്ചു നോക്കിയ ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവിനോടും കേരള ഹൈക്കോടതി ചോദിച്ചിട്ടില്ലാത്ത ചോദ്യം. മാനാഭിമാനത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നാടുവിട്ടു പോകും VD സതീശൻ. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ പോകില്ല നമുക്കറിയാം. കാരണം അതിന്റെ കണി ഉണ്ടായിട്ട് വേണ്ടില്ല. അതുകൊണ്ട് ഇനിയും എത്ര പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്നാലും വീണ്ടും ആ വഷളൻ ചിരിയുമായി മലയാളിയുടെ പ്രബുദ്ധതയെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും കുതന്ത്രങ്ങളുമായി കേരളത്തിലുണ്ടാകും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രചരണം അടിച്ചുവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി RSSുമായി സന്ധി ചെയ്യും. ഏത് മുഖ്യമന്ത്രി, ഏത് പാർട്ടി? സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ, RSSന്റെ കൊടും ക്രിമിനലുകൾക്കെതിരെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന എത്ര സഖാക്കളുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നാണ്. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും RSSനെ ചെറുത്തു നിന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ചോര വീണ ചരിത്രം പറയാറുണ്ട്. എത്ര സഖാക്കൾ ജീവൻ കൊടുത്ത് നാം പ്രതിരോധിച്ചതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നൊന്നായി കാവി പതാകയുടെ മുന്നിൽ മുട്ടുമടക്കി നിലത്തിഴയുന്ന ഘട്ടത്തിൽ ആ കാവി പതാകയ്ക്ക് കേരളത്തിന്റെ ആകാശം ഉയർന്നു പറക്കാൻ കഴിയാതെ പോയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചോര കൊടുത്ത് ഈ മണ്ണിൽ അവരെ പ്രതിരോധിച്ചത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്, 4-5 വർഷമായി എന്ന് തോന്നുന്നു, 3-4 വർഷം അത്രയും, മധ്യപ്രദേശിൽ ഉജ്ജയിനി RSSന്റെ ഒരു വലിയ സമ്മേളനം ചേർന്നു. ആയിരക്കണക്കിന് വർഗീയവാദികൾ അണിനിരന്ന ഒരു വലിയ സമ്മേളനം.
ആ വേദിയിൽ RSSന്റെ നേതാക്കന്മാരെല്ലാം ഉണ്ട്. അധ്യക്ഷത വഹിക്കുന്നത് പാർലമെന്റ് അംഗമായ ഒരു RSSകാരൻ. ആ വേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് RSSന്റെ നേതാക്കളിൽ ഒരാളായ കുന്ദൻ ചന്ദ്രാവത്ത്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്, ഒരു പരസ്യാഹ്വാനം നടത്തി. എന്തായിരുന്നു ആഹ്വാനം? ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയും ആശങ്കയോടെയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. മറ്റൊന്നുമായിരുന്നില്ല, ആയിരങ്ങൾ പങ്കെടുത്ത ഉജ്ജയിനിയിലെ മഹാസമ്മേളനത്തിൽ RSS നേതാവിന്റെ പരസ്യാഹ്വാനം പിണറായി വിജയന്റെ തലയറത്തു കൊണ്ടുവന്നാൽ 1 കോടി രൂപ ഞങ്ങൾ ഇനാം നൽകും. അതായിരുന്നില്ലേ ആഹ്വാനം? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സമീപകാലത്ത് എപ്പോഴെങ്കിലും രാഷ്ട്രീയമായ എതിർപ്പുകളുടെ പേരിൽ രാഷ്ട്രീയ പ്രതിയോഗിയെ ആക്രമിച്ച് വകവരുത്തണമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പരസ്യാഹ്വാനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു സമീപ ഭൂതകാല സ്മരണകളിൽ അങ്ങനെ വിഷലിപ്തമായ ഒരു ആഹ്വാനം നമ്മൾ കേട്ടിട്ടേയില്ല. എന്നാൽ അതുണ്ടായി. എന്തുകൊണ്ടാണ് RSSന് പിണറായിയോടുള്ള വിരോധം, കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധം? പറയുമ്പോ ഇന്ത്യയിൽ കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം മാത്രമാണ് നമ്മൾ ഭരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ ഒരുപാട് വലുതല്ല, വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മളാണ്, കോൺഗ്രസ്. പക്ഷേ RSSന്റെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ തലയിടക്കണമെന്ന ആഹ്വാനം ഉണ്ടായില്ലല്ലോ. ഒരു ആഹ്വാനം ഉണ്ടായില്ല. മല്ലികാർജുന ഖാർഗെ, ഒരു കോൺഗ്രസ് നേതാവിന്റെയും തല വേണ്ട. ഇനി കേരളത്തിലേക്ക് വന്നാലോ, VD സതീശന്റെ തലക്കെടുത്ത് കൊണ്ടുവന്നാൽ 100 രൂപ ഇനാം തരാമെന്ന് ഏതെങ്കിലും ഒരു RSS നേതാവ് പ്രസംഗിക്കുന്നതായി ഇന്നുവരെ നിങ്ങൾ ആരെങ്കിലും കേട്ടു? അതെന്തേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ തലയ്ക്ക് RSSന്റെ കമ്പോളത്തിൽ വിലയില്ലാതെ പോയി? ആ തലയ്ക്കകത്തൊന്നുമില്ല എന്ന കാരണം കൊണ്ട് മാത്രമാണോ? അല്ല, ആ കാരണം കൊണ്ട് മാത്രമല്ല. പിന്നെയോ, ആ തല കൊണ്ട് RSSന് ഒരു അനവസരവുമില്ല. ആ നാവിൻ തുമ്പിൽ നിന്നും RSSനെതിരായി ഒരു വാക്ക് പുറത്തു വരില്ല. പിന്നത്തിന് പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്തണമെന്ന് പറയണം? ഉള്ള കരുത്തുപയോഗിച്ച് RSSനെ പ്രതിരോധിക്കുന്നത്, RSSന്റെ വിഷലിപ്തമായ വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രചാരമേള നടത്തുന്നത് നമ്മളാണ്, നമ്മൾ മാത്രമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനോടില്ലാത്ത പക CPI-ക്കെതിരാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരോടില്ലാത്ത ശത്രുത മുഖ്യമന്ത്രി പിണറായിയോട്. ഇനി അതൊക്കെ പോട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പേര് കേട്ടയാളാണ് MS ഗോൾവാൾക്കർ, മാധവ സദാശിവ ഗോൾവാൾക്കർ. RSSന്റെ ആചാര്യനായിരുന്നു, ഇപ്പൊ ജീവിച്ചിരിക്കില്ല. ആ ഗോൾവാൾക്കറാണ് വിചാരധാര എഴുതിയത്. ആ വിചാരധാരയാണ് RSSന്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായ അടിസ്ഥാന ഗ്രന്ഥം. ആ വിഷമയമാർന്ന പുസ്തകത്തിലാണ് മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ, ഈ 3 കൂട്ടരാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണിയെന്നും അവരെ തുടച്ചു നീക്കണമെന്നും പരസ്യമായി എഴുതി വെച്ചത്. ആ ആളാണ് RSSന്റെ ആചാര്യനായിരുന്നു ഗോൾവാൾക്കർ. RSS ഇപ്പോഴും ഹെഡ്ഗവാറിനേക്കാൾ പൂജനീയ നേതാവായി കാണുന്നത് ഈ ഗോൾവാൾക്കറെ. ആ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു. കേരളത്തിലെ ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചപ്പോ ഉദ്ഘാടകനായി ക്ഷണിക്കാൻ നിശ്ചയിക്കപ്പെട്ടത് RSSന്റെ ഏതെങ്കിലും ദേശീയ നേതാവിനെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് VD സതീശനെയാണ്. ആ ക്ഷണം കിട്ടിയപ്പോ 2 വട്ടം ആലോചിക്കാൻ നിരക്കിടാതെ 2 കൈയും നീട്ടി ആ ക്ഷണം സ്വീകരിച്ച് RSSന്റെ വേദികൾ കടന്നു ചെന്ന് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുൻപിൽ സ്ഥാപിച്ച നിലവിളക്ക് കൊളുത്തി ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ആ ഗോൾവാൾക്കറെ പുകഴ്ത്തി പ്രസംഗിക്കാൻ ഒരു വഴിയും കാണിക്കാത്തയാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് സന്ധിക്കുന്നത്? ആരാണ് RSSന്റെ ഇഷ്ടപൗരൻ? എന്നിട്ടാണ് ഈ വിഷലിപ്തമായ പ്രചരണം അടിച്ചുവിടാൻ ഒരു മടിയും കാണിക്കാതെ നിൽക്കുന്നത്. ഈ കോൺഗ്രസ് RSS ബാന്ധവത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ.
ഉത്തരേന്ത്യ കൈവിട്ടപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ താമരയുടെ കാലത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി. 1,00,000 വോട്ടാണ് കച്ചവടം ചെയ്തത്. 1,00,000. അതാണ് കരാർ. കോൺഗ്രസിലെ സജീവാംഗങ്ങളുടെ 1,00,000 വോട്ട് BJPക്ക് നൽകാം. പകരം മറ്റു ചില മണ്ഡലങ്ങളിൽ BJP തിരികെ സഹായിക്കാം. അതാണ് കരാർ. വോട്ടെണ്ണി കഴിഞ്ഞപ്പോ 86,000 വോട്ട് കൊടുത്തു. 1,00,000 കരാർ ഉറപ്പിച്ചത്. 86,000 കൊടുത്തു. നമുക്കോ ഒരൊറ്റ വോട്ട് കുറഞ്ഞില്ല. ഒരൊറ്റ വോട്ട്. 16,000 വോട്ട് നമുക്ക് കൂടി. LDF 2019 കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് കൂടി. പക്ഷെ എന്തൊക്കെ കാര്യം? 86,000 വോട്ട് കൊണ്ട് കൊടുത്തില്ലേ? 73,000 വോട്ടിന് BJP ജയിച്ചു. കോൺഗ്രസ് തോറ്റത് മാത്രമല്ല, ഇന്ത്യ ഉണ്ടായ ശേഷം ആദ്യമാണ് തൃശ്ശൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പരാജയപ്പെട്ടു. ആ ധാർമ്മികമായ വോട്ട് കച്ചവടത്തിന്റെ ബലിമൃഗമാണ് കെ കരുണാകരന്റെ മകൻ. അദ്ദേഹത്തെ പറ്റിച്ചു, അദ്ദേഹത്തെ വഞ്ചിച്ചു. അതാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്, ഞാൻ ജീവനം കൊണ്ടുകൂടി രക്ഷപ്പെട്ടു. അന്ന് റിസൾട്ട് വന്നപ്പോ വാർത്താ സമ്മേളനം നടത്തി ഞാൻ പൊതുപ്രവർത്തനം ഉപേക്ഷിക്കുന്നു എന്ന് പോലും പറയേണ്ടി വന്നു. അതിന്റെ ഒരു പ്രത്യുപകാരമാണ് ഇപ്പോ പാലക്കാട്ട് നാം കണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള രാഷ്ട്രീയം അത്യന്തം അപകടകരമായ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം പുതിയെന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഇപ്പോഴത്തെ സ്വഭാവം എടുത്ത് നോക്കിയാൽ ചില പുതിയ രീതികളാണ്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഇസ്ലാമിക വർഗീയതയുടെ ഏറ്റവും ആപൽക്കരമായ രൂപം. ഈ രണ്ടു കൂട്ടരും UDFിലെ ഘടകകക്ഷികളെ പോലെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറി. പണ്ടൊക്കെ മുസ്ലിം ലീഗ് ഈ വിഭാഗങ്ങളെ അല്പം അകറ്റി നിർത്തുമായി. മുസ്ലിം ലീഗ് മാത്രമാണ്. നല്ല ദീനീ ബോധമുള്ള മുസൽമാൻ അവന്റെ വളപ്പിനകത്ത് പ്രവേശിപ്പിക്കാത്ത രണ്ട് കൂട്ടരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും. അകറ്റി നിർത്തുമായി. എന്നാൽ ഈ കൂട്ടരാണിപ്പോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം നയം തീരുമാനിക്കുന്നത് ഇവരാണ്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസി മാത്രമായി മുസ്ലിം ലീഗുമാണ്. അവർ മുസ്ലിം ലീഗ് വഴി UDFിന്റെ തന്നെ രാഷ്ട്രീയ നേതൃത്വമായി മാറും. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളത്തും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോളത്താണ്. ഇരു വർഗീയതകളെ ഇടതുപക്ഷത്തിനെതിരായി ഒപ്പം കൂട്ടിയാണ് കോൺഗ്രസ് ഇപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. തുടർഭരണം. കോൺഗ്രസ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചതാണ്. ചില മാധ്യമങ്ങൾ, ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് 2021 മെയ് 2-നാണ്. തലേ ദിവസം മെയ് 1 അന്ന് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത പുറത്തു. ആ ചാനലിന്റെ ഓൺലൈൻ എഡിഷനിലാണ് എനിക്ക് വായിക്കാൻ കഴിയുന്നത്. വാർത്തയുടെ തലക്കെട്ടുകളായി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അവസാനിച്ചു. അപ്പൊ എന്താണ് കാര്യം? അപ്പൊ വാർത്ത താഴേക്ക് വിശദീകരിക്കും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഉടലെടുത്ത തർക്കം അവസാനിച്ചു. മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ സമവായം. ആദ്യത്തെ 2.5 കൊല്ലം ഉമ്മൻചാണ്ടി, തുടർന്നുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ധാരണയായി. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരാൻ പോകുകയുള്ളൂ. കിട്ടും ഭരണം എന്ന് ഉറപ്പിച്ചിരുന്നു. എന്താണ് അത്ര ഉറപ്പ്? 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കേരളത്തിന്റെ ചരിത്രം, സമീപകാല ചരിത്രം. 5 കൊല്ലം കൂടുമ്പോൾ മുന്നണികൾ മാറും. അതായിരുന്നില്ലേ കേരളത്തിന്റെ ചരിത്രം? 5 കൊല്ലം UDF എങ്കിൽ 5 കൊല്ലം LDF, വീണ്ടും മാറി. അതാണ് ഉറപ്പിന്റെ ഒരടിസ്ഥാനം.
രണ്ടോ, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 6 മാസക്കാലം പ്രതിപക്ഷവും വർഗീയ ശക്തികളും കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും കൈകോർത്ത് പിടിച്ചു നടത്തിയ പ്രചണ്ഡമായ പ്രചാരവേല ഇടതുപക്ഷത്തിനും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരായ ഏറ്റവും നീചമായ അധിക്ഷേപങ്ങൾ, നീചമായ പ്രതികാര നിർഭരമായ പ്രചരണം നമ്മൾ ഓർക്കുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് അതായിരുന്നില്ലേ 6 മാസം ചർച്ച. ഷാർജ ഷെയ്ഖിന് മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തു. കേരളത്തിന് വില പറയാൻ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ഷാർജയിലെ ഷെയ്ഖ്. അപ്പൊ അയാൾക്ക് മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തു എന്ന് പോലും പറയാൻ പഠിച്ചു. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഖുർആന്റെ ഇടയിൽ സ്വർണം കടന്നു. സ്വർണം കൊണ്ടുവന്നവർക്കും സ്വർണം അയച്ചവർക്കും ഏറ്റുവാങ്ങിയവർക്കും പിടിക്കപ്പെട്ടവർക്കും ജയിലിൽ പോയവർക്കും ഒന്നും കുറ്റമില്ല. കുറ്റം മുഴുവൻ പിണറായി കഴിഞ്ഞു. ബിരിയാണി ചട്ടിന്റെ അകത്ത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വികൃതവും വിചിത്രവുമായ എന്തെന്ന് ജൽപ്പനങ്ങൾ 6 മാസം ചർച്ച ചെയ്തു. കേരളത്തിൽ സവിശേഷമായ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉറപ്പിച്ചു, നിരന്തരമായി പ്രചാരവേല കുറെ ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ ഉറപ്പായും ഭരണം കിട്ടും. അപ്പൊ ആരും മുഖ്യമന്ത്രിയാണോ അടിയപ്പഴേ തുടങ്ങി. അതിന് സമവായമായി പങ്കുവെക്കാൻ ധാരണയായി എന്നതാണ് പുറത്തു വന്ന വാദം. വോട്ടെണ്ണിയപ്പോഴോ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച മോദിയുടെ വിജയം പോലെയല്ല. നിലവിലുണ്ടായിരുന്ന എംഎൽഎമാരുടെയും നിലവിൽ ലഭിച്ച വോട്ടിന്റെയും എണ്ണത്തിൽ മികച്ച വർധനവുണ്ടായി. 91-99 ലക്ഷക്കണക്കിന് വോട്ട് അധികമായി ലഭിച്ചു. ആരെയും അസൂയപ്പെടുത്തുന്ന, ആരും മോഹിച്ചു പോകുന്ന അതിഗംഭീരമായ വിജയം കേരളം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി. അന്ന് സമനില തെറ്റിയതാണ് പലരും എംഎൽഎക്കും കൂട്ടാളികളും. അന്ന് മുതൽ ഇങ്ങോട്ട് കേരളത്തെ മുടിച്ചേതാനടങ്ങൂ എന്ന വാശിയോടെ രംഗത്തിറങ്ങിയിരിക്കുക. നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കിട്ടാൻ മനുഷ്യന് ചിന്തിക്കാൻ പോലും ആവാത്ത ഏത് ഹീനമാർഗവും അവലംബിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്. അതാണ് ഇപ്പോ ഞാൻ സൂചിപ്പിച്ച ഇരു വർഗീയതകളെയും ഒരുമിച്ച് കൂട്ടി പ്രചണ്ഡമായ ഗുണപ്രചാര വേലകൾ അഴിച്ചുവിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം നടത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. ആ പ്രതീക്ഷകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കര പിടിക്കും എന്നായിരുന്നത്. അവിടെ ഇദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാം നടന്നത്. അതിന്റെ ഗുണമാണ് നമ്മൾ പ്രതീക്ഷിതനാകാൻ കുറച്ച് വോട്ട് കൂടുതൽ നമുക്ക് ലഭിച്ചത്. ബിജെപിയുമായി നേരിട്ട് കച്ചവടം നടത്തിയ പാലക്കാട് പോലെയായില്ല ചേലക്കര. അതൊരു സൂചനയാണ്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കാം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ ചരിത്രമായിരുന്നുവെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആദ്യമായി 3ാം തവണയും തുടർഭരണം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറുന്നതല്ലെങ്കിലും അത് വെറുതെ നമ്മുടെ ഒരു പ്രതീക്ഷയോ ആഗ്രഹമോ അല്ല. എന്തുകൊണ്ടാണ്? ഇവർ ഇത്രയെല്ലാം അധ്വാനിക്കുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വിശ്വാസം ദൃഢപ്പെട്ടു വരുന്നുണ്ട്. അതെന്താണ്? എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും രാഷ്ട്രീയമായ പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയ വിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചുമ്പോൾ ചിലപ്പോൾ യോജിക്കാനാവില്ലെങ്കിലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമില്ല. അസാധ്യം എന്ന് കരുതിയതൊക്കെ യാഥാർത്ഥ്യമായി വരുന്നു. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വൈദ്യുതി ഉണ്ടാകും. വൈദ്യുതി ഇല്ലാത്ത സംസ്ഥാനമായി മാറും. പവർ കട്ടി പോകുന്നോ കേരളം? വൈദ്യുതിക്ക് ചാർജ് കൂടിയേക്കുന്നതാണ് മാധ്യമങ്ങളിൽ. ചിലപ്പോൾ ഇതിന് മുട്ടേണ്ടോ വരും. പക്ഷേ കരണ്ട് ഉണ്ടാവും. മുൻപുണ്ടായിരുന്ന സ്ഥിതി, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യഘട്ടത്തിൽ അരമണിക്കൂർ പവർ കട്ടു. അരമണിക്കൂർ വൈകിട്ട് അരമണിക്കൂർ പവർ കട്ട് പോയി പോകാൻ ഇവിടെ ഒരുപാട് സഹോദരിമാർ യൂണിഫോമിലൊക്കെ ഒരു സീരിയൽ പോയി കാണാം. അങ്ങനെ പറഞ്ഞത് സ്ത്രീ വിരുദ്ധമാണ്.
സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കൂടിയാണിപ്പോ സീരിയൽ കാണുന്നത്. അരമണിക്കൂർ കട്ട് ചെയ്ത് ഒരു സീരിയൽ കൂടി, 1 മണിക്കൂർ കട്ടായി പിന്നെ കൂടി, അപ്പൊ 2 സീരിയൽ. പിന്നെ അപ്രഖ്യാപിത ഘട്ടം. അപ്രഖ്യാപിത ഘട്ടം വന്നപ്പോഴോ കരണ്ട് പോയാൽ എപ്പോ കരണ്ട് വരും എന്ന് ആർക്കും പറയാൻ പറ്റും. വന്നാൽ വന്നു, ഇതായിരുന്നില്ല. ഇരുളിയാണ്ട് പോവുകയായിരുന്നു. ഇപ്പോഴോ ഇപ്പൊ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. കൊച്ചി ഇടവൻ പവർ ഹൈവേ യാഥാർത്ഥ്യമായി. ഇന്ത്യ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ നാടായി കേരളം മാറി. ഞാൻ ഓരോ കാര്യവും വിശദീകരിക്കുന്നില്ല. ദേശീയപാത വികസനം നടക്കുന്നില്ലേ? അസാധ്യമെന്ന് എഴുതി ആ ഫയൽ അടച്ചു വെച്ചതാണ് ഉമ്മൻചാണ്ടി. കേരളത്തിൽ ദേശീയപാത വികസനം അസാധ്യമാണ്, അപ്രായോഗികമാണ്, ഈ പദ്ധതി നടപ്പാക്കാനാവില്ല എഴുതി അവസാനിപ്പിക്കും. ഫയൽ എഴുതി ദേശീയപാത വികസനത്തിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിൽ ആരംഭിച്ച ആഫീസ് അടച്ചു കൂട്ടി, താഴെട്ട് ഉദ്യോഗസ്ഥന്മാർ കൂടി. 2016 നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ് ആ ഫയൽ കൂടി തട്ടിയെടുത്തു, ജീവൻ വെച്ചു. മുഖ്യമന്ത്രി നേരിട്ട് പോയി, മരാമത്ത് മന്ത്രി അയക്കല്ലേ ചെയ്തു. മുഖ്യമന്ത്രി പോയി ആ ഫയലുമായി. കേന്ദ്രമന്ത്രിയെ കണ്ടു പലവട്ടം. കേരളം ഒരു പങ്ക് വഹിച്ചു. 5000-ൽ പരം കോടി രൂപ നമ്മുടെ പൈസയാണ് ഈ കേരളത്തിന്റെ പണം. അങ്ങനെ നടക്കില്ല എന്ന് ഉറപ്പാക്കിയത് നടപ്പിലായി. ഇപ്പൊ 50% കഴിഞ്ഞില്ലേ പണി? പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം അതിന്റെ ഗുണഭോക്താക്കളാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതല്ലേ, തുടർന്നില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഈ കൊച്ചിയിൽ തുടങ്ങി. അങ്ങനെ ഓരോരോ പദ്ധതികൾ, വൻകിട പദ്ധതി, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യനെ പ്രതീക്ഷാ നിർഭരമായ ഉയരങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ നയിച്ച ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ദരിദ്രർക്ക്, നിസ്വരായ ജനങ്ങൾക്ക് സ്വന്തമായി വീട്, സ്വന്തത്തിൽ മാത്രമുള്ള പദ്ധതി വീട്. അതാണ് ലൈഫ്. 5 ലക്ഷം ആവുമ്പോഴാണ് നമ്മൾ കൊടുത്ത വീടിന്റെ അടുത്ത കൊല്ലമാകുമ്പോ 5 ലക്ഷമാണ്. ഒരു വേൾഡ് റെക്കോർഡാണ്. സാധാരണക്കാരന്റെ വീട്ടിലെ കുട്ടികൾ പഠിക്കുന്ന പള്ളിക്കൂടാൻ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി. സാധാരണ കുടുംബത്തിലെ ഒരു കുഞ്ഞ് 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് കൂടിയത്. ഇന്ത്യയിൽ കേരളമല്ലാതെ അങ്ങനെ മറ്റൊരു സംസ്ഥാനമില്ല. ഈ മാറ്റങ്ങൾ ആശുപത്രികളിൽ വന്ന മാറ്റം, താലൂക്ക് ആശുപത്രിയിൽ വരെ ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കുന്ന ഘട്ടമാണ് കേരളം. ഈ മാറ്റം ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാറ്റമുണ്ടായത്, അസാധ്യമെന്ന് വിധി കൽപ്പിച്ചതൊക്കെ യാഥാർത്ഥ്യമായി മാറ്റിയത്, നവകേരളം ഒരു മുദ്രാവാക്യം എന്നതിനപ്പുറം ഒരു സത്യമായി പരിണമിച്ചത് ഈ ഗവൺമെന്റ് കൊണ്ടാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അച്ഛൻ കോൺഗ്രസ് ആയിരിക്കും, അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരിക്കും, അപ്പൂപ്പൻ അച്ഛൻ കോൺഗ്രസ് ആയിരിക്കും. പക്ഷെ മക്കൾ ഇപ്പൊ ചിന്തിക്കുന്നത് നല്ലത് വിവരിച്ചിരിക്കുന്നതാണ്. ആ ചിന്തയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തായി വളർന്നു വരുന്നത്. സേവനം മുഖമുദ്രയാക്കി ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി കേരളത്തിലെ ഗവൺമെന്റ് മുൻപോട്ട് പോകുക. ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാനാണ്, ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിക്കെതിരായി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനാണ് ഈ അടിസ്ഥാനരഹിതമായ നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളം നിരന്തരം ആവർത്തിച്ച് ആ നുണപ്രചരണത്തിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയവാദികളുമായി ഒത്തുചേർന്ന് എല്ലാ നെറികേടും കൊടിയടയാളമായി സ്വീകരിച്ച് ഇക്കൂട്ടം അവരെ ചെറുക്കാൻ, അവരെ പരാജയപ്പെടുത്താൻ സാധാരണക്കാരും അധ്വാനിക്കുന്നവരുമായ കേരളത്തിലെ സകല മനുഷ്യർക്കും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതവും കൂടുതൽ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളുമെല്ലാം ഇനിയും ആർജിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് ഇനിയും തുടർച്ചയുണ്ടാകും. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഇനിയും കൂടുതൽ കരുത്താർജിക്കും. അങ്ങനെ കരുത്താർജിച്ച് മുൻപോട്ട് വരുമ്പോഴാണ് കേരളം ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ ഇന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ച അഭിമാനത്തോടെ നമുക്ക് നിൽക്കാനാവും. അതിന് ഈ പാർട്ടി സമ്മേളനങ്ങൾ സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഈ സമ്മേളനത്തിൽ ഐക്യകണ്ഠ്യേന പുതിയ കമ്മിറ്റിയെയും അതിന്റെ സെക്രട്ടറിയെയും എല്ലാം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ ഏറ്റെടുക്കുന്ന ദൈനംദിന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ, പ്രക്ഷോഭങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കാൻ സകലരും സകല തിന്മയുടെ ശക്തികളും നമുക്കെതിരായി കൈകോർക്കുന്ന ഈ ഘട്ടത്തിൽ ശരിയായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും കൊടിക്കീഴിലേക്ക് എല്ലാ വർഗീയ വിഭജന ചിന്താഗതികൾക്കും അതീതമായി
കേരളത്തിലെ മനുഷ്യരെ അണിനിരത്താനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം എല്ലാ സഖാക്കളിലും ഈ സമ്മേളനം അർപ്പിക്കുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിപ്രായം